കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം, ശസ്ത്രക്രിയ തുടങ്ങിയവയിൽ വ്യാപക അനാസ്ഥയെന്ന പരാതിയിൽ യോഗം ചേർന്ന ഡോക്ടർമാരെ വിഷയം ധരിപ്പിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. നഗരസഭാതല പ്രവേശനോത്സവം എയ്ഡഡ് സ്കൂളിൽ നടത്തിയതും അംഗൻവാടി വാർഷികം പാർട്ടി പരിപാടിയായി നടത്തിയെന്നാരോപിച്ചും കൌൺസിൽ യോഗത്തിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ പ്രവേശനോത്സവം നടത്താൻ പാടൂ എന്നുള്ളതല്ല. നമുക്ക് ഒരു പുതിയൊരു സംവിധാനം വരുമ്പോൾ, പുതിയൊരു കെട്ടിടം വരികയാണ്, കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ സ്കൂളിലെ പ്രവേശനോത്സവം നടത്തിയിട്ടുള്ളത്. നേരത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞ പോലെ തന്നെ മുൻകാലങ്ങളിലും നമ്മളങ്ങനെ പ്രവേശനോത്സവം എയ്ഡഡ് സ്കൂളുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. നഗരസഭയിൽ പൊതുവിദ്യാലയങ്ങളുണ്ടായിട്ടും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം കാണിയാമ്പലിലെ എയ്ഡഡ് സ്കൂളിൽ നടത്തിയതിനെതിരെ ഷാജി അലിക്കലാണ് വിമർശനമുന്നയിച്ചത്. ഉരുളിക്കുന്ന് അംഗനവാടി വാർഷികവും അനുമോദന പരിപാടിയും CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ പ്രചരണ ബോർഡുകളടക്കം സ്ഥാപിച്ച് നടത്തിയതിനെയും കൗൺസിലർ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ട് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ സ്കൂളുകളിലാണ് മുനിസിപ്പൽ തല അല്ലെങ്കിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനങ്ങൾ നടത്തിയിരിക്കുന്നത്. കുന്നംകുളത്ത് എൻ്റെ വലിയൊരു 25 കൊല്ലത്തിൻ്റെ ഇപ്പുറം നമ്മൾ നടത്തിയത് മുഴുവൻ നമ്മുടെ കീഴിലുള്ള സ്കൂളുകളിലാണ്. നമ്മുടെ കീഴിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ നടത്തി എന്നുള്ള കാര്യമൊന്നും പറയാം. എന്നാൽ എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്നും ഇതിനെക്കുറിച്ച് കൗൺസിലർമാർക്ക് ധാരണയുണ്ടാകേണ്ടതാണെന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രതികരിച്ചു. പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്കിനെ പ്രകീർത്തിച്ച അദ്ദേഹം സംഭവത്തിൽ നിയമപരമായും ധാർമ്മികമായും ഒരു തെറ്റുമില്ലെന്നും കൂട്ടിച്ചേർത്തു. പല മേഖലകളിലും പല ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗമായിട്ട് നടക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ. അതിനു പുറമെ മറ്റു പല മാനേജ്മെന്റുകളും നടത്തുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ ആ സ്കൂളുകളെ നമുക്ക് ബഹുമാനിക്കാതെ അതിനോട് സഹകരിക്കാതെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടില്ല. അപ്പൊ ഇത് ഈ കാണിയാമ്പാലിലെ അല്ലെങ്കിൽ ആനായിക്കലെ CMSC സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ആർക്കെങ്കിലും അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ല എന്ന ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കേരളത്തിലെ പ്രവേശനോത്സവം നടക്കുന്നത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമല്ല, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കോർക്കളം പഞ്ചായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ചോലൂർ പഞ്ചായത്തിലായാലും പരിസരങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെയായാലും പ്രവേശനോത്സവം നടക്കുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പൊ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. അംഗൻവാടി വാർഷികത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ആർക്കും പരിപാടി നടത്താമെന്ന് വൈസ് ചെയർമാൻ വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷ കൗൺസിലർമാർ ഇത് അംഗീകരിച്ചില്ല. കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്ത രോഗിയുടെ മൃതദേഹം മറ്റ് അസ്വാഭാവികതകൾ ഇല്ലാഞ്ഞിട്ടും മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഡോക്ടർ നിർബന്ധം പിടിച്ചതായി ശ്രീജിത്ത് ആവേൻ ആരോപിച്ചു. ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പരാതി പറഞ്ഞാൽ കൈമലർത്തുകയാണ് പതിവെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആ ബോഡി വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു രോഗിയുമായി അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ അവിടുത്തെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അവിടുത്തെ നാട്ടുകാരും വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ ഡോക്ടറോട് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള പരിക്കുമില്ല. അതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെ ഭാര്യയും 2 മക്കളും. താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് നിരന്തരം പഴി കേൾക്കേണ്ടി വരികയാണെന്നും അനാസ്ഥ ആവർത്തിച്ചാൽ കൗൺസിൽ ഐക്യകണ്ഠേന നടപടി സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ പറഞ്ഞു. ഈ ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞ അടക്കമുള്ള വിഷയങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ ചെയ്യും. അതിന്റെ മോള് ബഹുമാനപ്പെട്ട ചെയർമാൻ അടിയന്തിരമായി ചെയർമാന്റെ അധ്യക്ഷതയിൽ സൂപ്രണ്ടിനെ അവിടുത്തെ ഡോക്ടർമാരെ വിളിച്ച് കഴിഞ്ഞ 4 ദിവസം മുമ്പ് മീറ്റിംഗ് കൂടി. ആ മീറ്റിങ്ങിന് നമ്മൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ നല്ല സേവനം കൊടുക്കുന്നുണ്ട്, മറ്റേ പൊതുജനങ്ങൾക്ക് 150 കോപ്പി വരെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അനാസ്ഥ കർശനമായി ഇത് മാറ്റിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കൗൺസിലിന്റെ ഭരണമില്ല. ഈ കൗൺസിൽ അതിന് പോലെ അടുത്ത നടപടിയുമായിട്ട് പോകുന്ന ഡോക്ടർമാരുടെ മീറ്റിങ്ങിൽ
ബഹുമാനപ്പെട്ട ചെയർമാൻ അറിയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ടൗൺ ഹാളിന് മുന്നിലൂടെയുള്ള ലിങ്ക് റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുന്നതിന് ടെൻഡറായി. മോഡൽ ബോയ്സ്, ഗേൾസ് സ്കൂളുകളെ മിക്സഡ് സ്കൂളാക്കി മാറ്റുന്നതിന് ശുപാർശ സമർപ്പിക്കും. നഗരസഭാ ടൗൺ ഹാളിൽ ഫുട്ബോൾ ലോകകപ്പ് പ്രദർശനമൊരുക്കും. ഇതിനായി അടുത്ത ദിവസം സംഘാടക സമിതി യോഗം ചേരും. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ ഷാജിജു, സോമൻ ചെറുകുന്ന്, ലബീബ് ഹസൻ, ഗീതാ ശശി, ഷജീഷ് കിലപ്പൻ, റീജ സലീൽ തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കെടുത്തു.